ഗൈസ് നമ്മളിന്ന് വന്നിട്ട് എന്താണെന്ന് അറിയോ, നമ്മുടെ പാലക്കാടിൻ്റെ സ്പെഷ്യൽ കറിയായിട്ടുള്ള കുമ്പളങ്ങി ഇറച്ചി വെക്കാൻ നോക്കിയിട്ടാണ്. എൻ്റെ പൊന്നു, ഒരു രക്ഷയില്ലാത്ത കറിയാണ്. പാലക്കാടിൻ്റെ കറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരെ കുമ്പളങ്ങി ഇറച്ചി. കല്യാണ വീട്ടിലൊക്കെ ഒരു വല്ലാത്ത ഫീൽ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ എറണാകുളത്തുകാർക്ക് പറഞ്ഞാൽ അറിയോ ഇല്ല. അതുകൊണ്ട് ഇവിടെ ആർക്കും ഇതൊന്നും ഇഷ്ടമല്ല. എനിക്ക് വേണ്ടി മാത്രം ഞാൻ കുറച്ച് കുമ്പളങ്ങി ഇറച്ചി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് പോവാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? കം ഓൺ. അങ്ങനെ നമ്മളൊരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലോണം അത് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് പടപടാന്ന് പറഞ്ഞ് കടുക് വാരിയിടുക. കുറച്ച് കടുക് വറ അതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വേപ്പിലയും തക്കാളിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് ഇതിന് വേണ്ട കേട്ടോ. ഇതിനൊക്കെ ഉപരി നമുക്ക് ആദ്യം വേണ്ടത് ഇരിക്കണം കുമ്പളങ്ങയും പിന്നെ ചിക്കനും. ചിക്കൻ സത്യത്തിൽ കുറച്ചിട്ടാൽ മതി. അതിനെക്കാട്ടിലും കൂടുതൽ നിൽക്കുന്നത് കുമ്പളങ്ങയാണ്. അതാണ് പാലക്കാട്ടുകാരൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യൽ. പിന്നെ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളകും വേപ്പിലയും എല്ലാം ഇട്ട് നന്നായി വഴറ്റി മിക്സ് ചെയ്ത് നല്ല പച്ചമണം പോകുന്ന വരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എപ്പോഴും കുമ്പളങ്ങ ഇറച്ചിയും കറി കഴിച്ചിരുന്നു ഞാൻ. ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഈ കറി ഉണ്ടാക്കാൻ പോണത്. പിന്നെ അതിനാവശ്യമുള്ള മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ട് കുമ്പളങ്ങയും ചിക്കനും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വയ്ക്കാം. അടച്ചിട്ട് തന്നെ വേവിക്കാം കേട്ടോ. കാരണം കുമ്പളങ്ങയിലും ചിക്കനിലും അത്യാവശ്യം വെള്ളം വരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കണമെന്നില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മിക്സ് എന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം തേങ്ങ, കുറച്ച് കുരുമുളക്, ജീരകം ഇവ നല്ലോണം അരച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത്രയും ഐറ്റമൊക്കെ മതി കേട്ടോ നമുക്ക് കുമ്പളങ്ങി അരച്ച് റെഡിയാക്കാൻ. അപ്പോൾ തന്നെ അടിപൊളി സെറ്റ് കറി നമുക്ക് കിട്ടും. പിന്നെ അത് അടച്ച് വെച്ച് കണ്ടോ, ഞാനിപ്പോൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ നല്ലോണം വെള്ളം വന്ന് തുടങ്ങുന്നുണ്ട്. അതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പും കൂടെ ചേർത്ത് കൂട്ടി ഇളക്കി നല്ലോണം വെച്ച് കഴിയുമ്പോൾ തന്നെ നല്ല സെറ്റ് കുമ്പളങ്ങി ഇറച്ചിയാവും. മണം ഇത് ഇളക്കി വരുമ്പോൾ തന്നെ നല്ല മണമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങി ഇറച്ചി റെഡിയാവുന്നു. ശരിക്കും പാലക്കാട്ടുകാരൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവം തന്നെയാണ് ഈ കറി. എല്ലാ കല്യാണ വീടുകളിലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കറിയാണിത്. എന്തൊക്കെ ഇല്ലെങ്കിലും നമ്മുടെ കുമ്പളങ്ങി ഇറച്ചിയും ഇല്ലാത്ത ഒരു കല്യാണ വീടും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. എറണാകുളത്തുകാർ പലവരും എന്നെ കുമ്പളങ്ങ സാമ്പാർ എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. നമ്മുടെ കറിയൊക്കെ റെഡിയായി, ഒന്നും പറയാനില്ല. ഒരു രക്ഷയില്ല. അങ്ങനെ കുറേ നാളിന് ശേഷം കുമ്പളങ്ങി ഇറച്ചിയും കൂട്ടി ഞാനും ചോറ് കഴിച്ചു. അപ്പോൾ താങ്ക് യു. ഇത്രയേ ഉള്ളൂ.